ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ കഴിഞ്ഞ 2 വീഡിയോ ഇട്ടപ്പോഴും അതിലെല്ലാം വന്ന കമൻറ്റാണ്, അതായത് എങ്ങനെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി എങ്ങനെ പഠിക്കണം എന്നറിയില്ല. അപ്പോൾ അത് എങ്ങനെയാണ് അങ്ങനെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി പഠിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, സോ നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പം ഞാൻ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി പഠിച്ച ഒരാളാണ്. കാരണം നമുക്കൊരു എല്ലാവരുടെയും കാര്യമല്ല, പക്ഷേ ചില കുട്ടികൾക്ക് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ലൈക്ക് നമുക്കവിടെ ഒരു പർട്ടിക്കുലറായിട്ടൊരു സംഭവം നമ്മൾ എഴുതി വെച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര ലേസി ആയിട്ട് നമ്മൾ കിടന്നുറങ്ങാനാണ് സാധ്യത കൂടുതൽ. സോ അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ നിങ്ങൾ തലേദിവസം കിടക്കുമ്പോൾ രാത്രി തന്നെ നമ്മൾ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അതായത് ഇപ്പോൾ രാവിലെ ടൈം എഴുതിയിട്ട് ആ സമയത്ത് ഞാൻ എന്ത് പഠിക്കും. ഇപ്പം 4 മണിക്ക് ഒരു 5 മണിക്ക് എണീക്കും, ആൻഡ് 5:30 തൊട്ട് 6:30 വരെ നമ്മൾ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കും. അങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ളതൊന്നും എഴുതരുത്. കാരണം നമ്മൾ ഞാൻ പറയാം, ഇൻറ്റൻസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ദിവസം 10 ചാപ്റ്റർ തീർക്കും. ലൈക്ക് നമുക്കൊന്നും അറിയാത്ത 10 ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് തീർക്കും. അങ്ങനത്തെ പ്ലാനൊക്കെ വർക്കൗട്ട് ആവുന്നതല്ല. അതിപ്പം എത്ര പഠിക്കുന്ന ഒരു കുട്ടിയായാലും അത്രയും ലൈക്ക് ഒരു ഫുൾ ചാപ്റ്റർ അങ്ങനെ തീർത്ത് 10 ചാപ്റ്റർ ഫുള്ളായിട്ട് തീർക്കാൻ ആർക്കും പറ്റില്ല. ആൻഡ് അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പ്ലാനൊക്കെ ഫസ്റ്റ് ഡേ തന്നെ എഴുതുമ്പം നമുക്കിത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു റിഗ്രറ്റ് ഉണ്ടാവും. ഇത്ര എഴുതിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വിഷമം നമുക്കുണ്ടായിരിക്കും. ആൻഡ് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മറിച്ച് നമ്മളൊരു 2-3 ചാപ്റ്റേഴ്സ് ഒരു ദിവസം 2-3 ചാപ്റ്റർ എന്ന് എഴുതി നമ്മൾ ആ 3 ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ ഇന്നത്തെ ദിവസം ഇത്രയും ചാപ്റ്റർ നമ്മൾ പഠിച്ചു, ആൻഡ് അടുത്ത ദിവസവും ഇതേപോലെ പഠിക്കണം, നമുക്കൊരു മോട്ടിവേഷൻ നമ്മുടെ സ്വന്തമായിട്ട് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പം നിങ്ങൾക്ക് പറ്റുന്ന പോസിബിളായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുക. അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ട് നടക്കാത്ത പ്ലാൻ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. സോ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ രാവിലെ, ഇനിയിപ്പോൾ നിങ്ങൾ 5 മണിക്കൊക്കെ, ഇപ്പം രാവിലെ എണീറ്റ് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ 4 മണി സമയത്തൊക്കെ എണീറ്റ് ഇപ്പോൾ 1 മണിക്കൂർ രാവിലെ സമയങ്ങളിൽ എപ്പോഴും നമ്മൾ ബയോളജി, സയൻസ് എന്ന് വെച്ചാൽ ബയോളജി, പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി പോലെ അങ്ങനെ വായിച്ച് പഠിക്കുന്ന സബ്ജക്റ്റൊക്കെ രാവിലെ പഠിക്കാതിരിക്കുക. രാവിലെ കൂടുതൽ നമ്മൾ ഫിസിക്സ്, അതായത് നമുക്കിപ്പം വർക്കൗട്ട് ചെയ്യാനുള്ള മാത്സ് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ രാവിലെ മാത്സ് പഠിക്കാനാണ്. അല്ലാതെ കെമിസ്ട്രി അങ്ങനത്തെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാനുള്ള ടൈപ്പ് സബ്ജക്ട്സ് രാവിലെ പഠിക്കാം. കാരണം നമ്മൾ രാവിലെ ഇങ്ങോട്ട് എണീറ്റിരിക്കുന്ന സമയമാണ്. അതിനിപ്പം നല്ല തണുപ്പും അത്യാവശ്യമൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്ക് കിടക്കാനുള്ള ഒരു ഇത് നമുക്കിങ്ങനെ വരും. സോ നമുക്ക് കിടക്കാനിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ബയോളജി പോലത്തെ സംഭവങ്ങളാണ് നമ്മൾ പഠിക്കാൻ എടുക്കുന്നത് എങ്കിൽ നമ്മളത് വായിച്ച് ടേബിളിൽ തന്നെ കിടന്ന് നമ്മൾ ഉറങ്ങും. അതേസമയം മാത്സ് പോലത്തെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതി വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കൂടുതൽ മൂവ്മെൻറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിലോട്ട് പോവില്ല. സോ അപ്പോൾ നമ്മൾ രാവിലെ ഒരു മാത്സ്, കെമിസ്ട്രി പോലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനുള്ള സബ്ജക്ട്സ് എടുക്കുക പഠിക്കാൻ. അത് കഴിഞ്ഞ് ഇപ്പോൾ രാവിലെ ഒരു 2-3 മണിക്കൂർ പഠിക്കുക. നമുക്ക് സ്കൂളിൽ പോകണമെങ്കിൽ 2 മണിക്കൂറൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും പോസിബിൾ ആവാൻ ചാൻസ് ഉള്ളത്. സോ 2 മണിക്കൂർ പഠിക്കുക. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകാനുള്ള അത് പോയിട്ട് വന്നിട്ട് ചിലരൊക്കെ വീട്ടിലത്തെ 6 മണിയാവും. അപ്പോൾ 6 മണിയാവുന്നേ നമുക്ക് ഫ്രഷ് ആവണം. അപ്പോൾ 7 മണി തൊട്ട് ഒരു 8 മണി വരെ നിങ്ങൾ സ്കൂളിൽ അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം ഒന്ന് നോക്കുക. 8 മണി വരെ പറ്റിയില്ല എങ്കിൽ 8:30 വരെ നിങ്ങൾ ടൈം അതനുസരിച്ച് കൂട്ടി എടുക്കുക, നിങ്ങൾക്ക് തീരാനുള്ള വർക്കിനനുസരിച്ച്. സോ ആ 7 മണി തൊട്ട് 8:30 വരെയുള്ള സമയത്ത് നിങ്ങൾ സ്കൂളിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ സ്കൂളിൽ അന്ന് പഠിപ്പിച്ച കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചത്. നമ്മൾ ആ നോട്ട്സിലൂടെ അല്ലെങ്കിൽ ആ ഒരു പോർഷൻസിലൂടെ പോകുമ്പോൾ നമുക്ക് ക്ലാസ്സിലെ
ഇത് ഓർമ്മ വരും. മെയിനായിട്ടുള്ള കാര്യം നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി അത് നമ്മുടെ ബ്രെയിനിലുണ്ടായിരിക്കും. ലൈക്ക് അവിടെ പഠിപ്പിക്കുന്ന അത് നമ്മുടെ ബ്രെയിനിലുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് പഠിക്കുമ്പോൾ നമുക്ക് ആ ക്ലാസ് നമ്മുടെ ബ്രെയിൻ തന്നെ റിവൈൻഡ് ചെയ്യും. എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് നമ്മൾ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ അതിലും കുറച്ച് ടൈം നമുക്ക് എടുക്കുകയുള്ളൂ. ആ ക്ലാസ്സിൽ പറഞ്ഞ സംഭവം കൂടെ നമ്മുടെ ബ്രെയിനിലുണ്ട് എങ്കിൽ. സോ ക്ലാസ്സിൽ നല്ല ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് 7 മണി തൊട്ട് 8:30 വരെയുള്ള സമയത്ത് ഈ സ്കൂൾ വർക്ക്സ് അല്ലെങ്കിൽ ക്ലാസ്സിൽ അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നോക്കുക. ആൻഡ് പിന്നെ ഒരു ഡിന്നർ ടൈം. ദെൻ 9 to 10 നിങ്ങളൊരു സബ്ജക്റ്റ് പഠിക്കുക. അതായത് ഇപ്പോൾ ബയോളജി ഒരു ചാപ്റ്റർ പഠിക്കുക. ആൻഡ് അത് കഴിഞ്ഞ് 10 to 11 സുവോളജി ഒരു ചാപ്റ്റർ പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ 11 or 12 കിടന്നാലും മതി, അല്ലെങ്കിൽ ഇപ്പോൾ 11 കിടന്നാലും മതി. സോ 11 to 12 നിങ്ങൾ വേറെ ഒരു ചാപ്റ്റർ എടുക്കുക. ആൻഡ് അങ്ങനെ നിങ്ങൾക്ക് പോസിബിളായിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്ന ചാപ്റ്റേഴ്സ് എടുക്കാൻ. ഞാൻ അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ എഴുതിയ ടൈം ടേബിളിൽ 3 to 4 എനിക്ക് ഞാൻ ഫിസിക്സാണ് എഴുതിയെന്ന് വെക്കുക. പക്ഷേ ആ സമയത്ത് എനിക്ക് ഞാൻ 4 to 5 എഴുതിയ കെമിസ്ട്രിയാണ് പഠിക്കാൻ തോന്നുന്നതെങ്കിൽ ഞാനത് തമ്മിൽ സ്വിച്ചപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ 3 to 4 കെമിസ്ട്രി എടുത്തിട്ട് 4 to 5 ഫിസിക്സിന് വേണ്ടി കൊടുക്കും. അപ്പോൾ നമുക്ക് പഠിക്കാനപ്പോൾ നമുക്കൊരിത് വരുമല്ലോ, എനിക്ക് കെമിസ്ട്രി പഠിക്കാൻ തോന്നുന്നു എന്നൊരിത് വരുമല്ലോ. ആ സമയത്ത് നമ്മൾ തോന്നുന്ന സബ്ജക്റ്റ് പഠിക്കുക. ആൻഡ് ആ സമയത്ത് പഠിക്കാൻ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളെ ഫോഴ്സ് ചെയ്യണം. പഠിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ഫോഴ്സ് ചെയ്യണം. വേറെ സബ്ജക്റ്റാണ് പഠിക്കണം തോന്നുന്നെങ്കിൽ ആ സബ്ജക്റ്റ് എടുത്ത് പഠിക്കും. സോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പ്ലാൻ ഉണ്ടാക്കുക. ആൻഡ് നിങ്ങൾ ശനിയും ഞായറും വർക്കിംഗ് ഡേ അല്ലാത്ത 2 ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ടൈം മാക്സിമം സ്റ്റഡീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡേയ്സാണത്. ആ സമയത്ത് നമ്മൾ രാവിലെ എണീക്കുന്ന പോലെ രാവിലെ എണീക്കുക. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 2 hours 3 hours ആയിട്ട് സ്ലോട്ടായിട്ട് ഒരു ½ hour ബ്രേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾ ചാപ്റ്റേഴ്സ് എഴുതുക. നിങ്ങൾക്ക് അപ്പോൾ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പം ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഭയങ്കര പാടായിട്ടുള്ള ചാപ്റ്റേഴ്സുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവസാനം ആകുമ്പോഴത്തേക്കും നമുക്ക് ഈസി ചാപ്റ്റേഴ്സ് തീർക്കാം. അതിനു മുമ്പ് ഇപ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പാടുള്ള വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അല്ലാതെ ഫസ്റ്റ് ചാപ്റ്റർ ഈസി ചാപ്റ്റർ അങ്ങനെ പഠിക്കരുത്. നിങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ ഇപ്പം നമുക്ക് 4-5 മാസം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം, നിങ്ങൾ ആദ്യം തുടങ്ങുന്ന ഫസ്റ്റ് ഡേ നിങ്ങൾ ഈസി ചാപ്റ്റർ തുടങ്ങണം എന്ന് പറഞ്ഞേനെ. പക്ഷേ നമുക്കിനി ടൈം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വെയിറ്റേജ് കൂടിയിട്ടുള്ള ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആൻഡ് കോഡിക് സെക്ഷൻ പോലെയുള്ള അങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ വെച്ച് തുടങ്ങുക. സോ അങ്ങനെ തുടങ്ങുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെയാണ് പേഴ്സണലി പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ടു ഡു ലിസ്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടില്ല, അല്ലെങ്കിൽ പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടില്ല. സോ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.